ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലൊരു ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ചേട്ടനും കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. മോൻ വന്നിട്ടുണ്ടായിരുന്നില്ല. മോൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ ഫോറിനേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങളത് നല്ല പാടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയായിരുന്നു. ഞങ്ങളവിടെ പോയി അത് ഞങ്ങൾ ഡൈനിങ് ടേബിൾ മേടിക്കാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഡൈനിങ് ടേബിളും പിന്നെ ചെറിയ സാധനങ്ങളും 2-3 സാധനങ്ങളും ഒക്കെ ഫോട്ടോ സ്റ്റാൻഡ്, പിന്നെ ടീപ്പോയി അതൊക്കെ മേടിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഞങ്ങളിതാ ഇവിടെ ഒരു ഫർണിച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ കയറി ഇതൊക്കെ നോക്കിയിട്ട് നിറയെ ഫർണിച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് എല്ലാം ഞങ്ങൾ തിരഞ്ഞെടുത്ത്, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അവർ വീട്ടിലേക്ക് തന്നെ എത്തിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഉള്ളത് ഇങ്ങനെയൊക്കെ കുറച്ച് സമയമൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞത് എല്ലാം സെലക്ട് ചെയ്ത് അങ്ങനെ അവർ വണ്ടിയിൽ കയറ്റി. അത് കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ ഇൻവെർട്ടറും കൂടി മേടിക്കാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് വീണ്ടും പോയി കഴിഞ്ഞ് അവിടുന്ന് ചേട്ടൻ തന്നെ പോയി ഇൻവെർട്ടറിൻ്റെ അതൊക്കെ നോക്കി ഒക്കെ കറക്റ്റായി. പിന്നെ അതും നമുക്ക് അവർ വീട്ടിലേക്ക് എത്തിച്ച് തരുമായിരുന്നു. അപ്പോൾ അവരത് വീട്ടിലേക്ക് എത്തിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അവിടെ പോയപ്പോൾ അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും പന്തലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പന്തലിടാൻ വേണ്ടിയിട്ട് പന്തലിൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്, അത്ര വലിയ ഫംഗ്ഷനൊന്നും ആയിട്ടല്ല നടത്തിയത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് പിന്നെ ഒരു 3:30 ആകുമ്പോഴേ ഞങ്ങൾ തിരിച്ചെത്തി. പുലർച്ചെ 3 മണി 3:30 ആകുമ്പോഴേക്കാണ് പൂജാരി വരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചൊക്കെ റെഡിയായി എല്ലാവരും ഇവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരും നാളും പേരൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗണപതി ഹോമം നടത്തുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ പേരിലും ഇതൊക്കെ കഴിക്കുവേ. അപ്പോൾ ഞങ്ങളതൊക്കെ എല്ലാവരുടെ പേരും നാളും ഒക്കെ എഴുതി പൂജാരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കിയിട്ടാണ്. പിന്നെ തിരുമേനിയൊക്കെ വന്ന് എല്ലാ പൂക്കളും പിന്നെ നമ്മുടെ ഈ തേങ്ങ മലർ അങ്ങനെയുള്ള സാധനം കൊണ്ടൊക്കെ കൂടിയിട്ട് നമുക്ക് പ്രസാദം ആക്കില്ലേ, ഗണപതി ഹോമത്തിനുള്ളത്. അതൊക്കെ തിരുമേനി ഇതിലൊക്കെ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹോമത്തിനുള്ള ഇതൊക്കെ റെഡിയാക്കി ഹോമൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം ഉണ്ടല്ലോ. അത് കഴിഞ്ഞതും പിന്നെ ഒരു 7:15 നമുക്ക് പാല് കാച്ചേണ്ട സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7:20 ഉള്ളിൽ പാല് തിളച്ച് നമുക്ക് മറിഞ്ഞ് വരണം, അങ്ങനെയുണ്ട് ഇന്ന് സമയം. അപ്പം ഞങ്ങൾ തീയൊക്കെ കത്തിച്ചു കഴിഞ്ഞ് നന്നായി കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർപ്പൂരം ഓരോന്നായിട്ട് ഇങ്ങനെ അമ്മ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയിൽ ഓരോന്നൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞത് അച്ഛനും അമ്മയും കൂടി നമ്മുടെ പാലിൻ്റെ പാത്രം അടുപ്പിലേക്ക് വെച്ചു. അത് നമുക്ക് നല്ലൊരു നിമിഷം, നമുക്കതിങ്ങനെ കറക്റ്റ് സമയത്ത് തിളച്ച് വരണം, അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പം നമ്മളെല്ലാവരും ആകാംക്ഷയോട് കൂടെ കറക്റ്റ് സമയത്ത് തിളച്ച് വരണം. ഞാനാണെങ്കിൽ ഇങ്ങനെ ഈ സമയത്തിന് വേണം എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത് പക്ഷേ അത് ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ആവണം എന്നാണ് ഇത്ര. അപ്പോൾ 7:20. അപ്പോൾ ആദ്യം ഇങ്ങനെ പതുക്കെ ആക്കി, പിന്നെ സമയമാകുമ്പോൾ വേഗം കത്തിച്ച് പിടിച്ചു കേട്ടോ. അത് എൻ്റെ മോളാണ് കേട്ടോ. അത് മോളിനങ്ങനെ കണ്ടിട്ടില്ല, പെട്ടെന്ന് പോവുകയും ചെയ്തു ആൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ കത്തിച്ച് പതുക്കെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. കറക്റ്റ് സമയം നമുക്കൊരു 7:20 നമുക്കത് കറക്റ്റായിട്ട് തിളച്ച് വരണം. ഞങ്ങളിതെല്ലാവരും ഇങ്ങനെ ഫോട്ടോ ഒക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെറിയൊരു വീഡിയോ അവരിങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ 7:20 ആകുമ്പോഴേക്കും നമുക്ക് തിളച്ച് മറിഞ്ഞ് തന്നെ വരും ചെയ്തു കേട്ടോ. കറക്റ്റ് സമയത്തിന് കിഴക്ക് വശത്തേക്ക് തന്നെ നമുക്ക് വരും ചെയ്തു. എല്ലാവരും ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് പിന്നെ പാല് കാച്ചി കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇറച്ചി മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും ഹാപ്പിയായി. ഇതാണ് എൻ്റെ കുഞ്ഞ് വീഡിയോ. ബൈ.